എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നും ഞാൻ ഒരു ഓണം റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ പുളി ഇഞ്ചി. ഏകദേശം 1/4 കിലോളം ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊത്തി അരിഞ്ഞാൽ നമ്മൾ വറുത്ത് പൊടിക്കേണ്ടതായിട്ടുള്ള പ്രശ്നം വരത്തില്ല. ഒരു അഡീഷണൽ പണി നമുക്ക് കുറച്ചെടുക്കാം. ഇനി അഥവാ ഇങ്ങനെ അരിയാൻ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ ഈ ഒരു പരുവത്തിൽ ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ മിക്സിക്കകത്ത് വിപ്പിനകത്തൊട്ട് ഇട്ട് 1-2 വട്ടം ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ ചതച്ച പോലെ കിട്ടും. ആ ഇഞ്ചി നമുക്ക് ഉപയോഗിച്ചാൽ ഇതുമാതിരി നല്ല തിക്കായിട്ട് നമുക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാം. ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ വീഡിയോയുടെ അവസാനം ലിസ്റ്റും ക്വാണ്ടിറ്റിയും എല്ലാം ഞാൻ കൊടുത്തേക്കാം. അതുകൊണ്ട് അത് പറഞ്ഞ് വെറുതെ സമയം കളയണ്ടല്ലോ. നമ്മുടെ അല്ല നിങ്ങളുടെ. പച്ചമുളകാണെങ്കിലും വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. കാര്യം ഇതെല്ലാം അങ്ങ് മയങ്ങി ചേരുമ്പം നല്ല കൊഴുത്തതായിട്ടിരിക്കും നമ്മുടെ പുളിയിഞ്ചി. ഈ ശർക്കരയ്ക്കകത്ത് കല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സാധാരണ ഇങ്ങനെ നേരെ കറിക്കകത്തേക്ക് ശർക്കര ഇടാറില്ല. ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ശർക്കര ഒന്ന് അലിയിച്ചതിന് ശേഷമേ ഞാനത് ഒഴിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സാധാരണ ചെയ്യുന്നത് പോലെ ചൂടുവെള്ളത്തിനകത്ത് തിളപ്പിച്ച് അത് അരിച്ചെടുത്താലും മതി. അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഈ പുളിക്കകത്തേക്കും ചെറിയൊരു ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ പിഴിഞ്ഞ് റെഡിയാക്കി വെക്കണം. കാരണം ഈ പുളിയിലാണ് ഇഞ്ചി മയങ്ങി നല്ല പുളിയിഞ്ചി രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. കുതിരാനായിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ ഉരുളി വെച്ചു, തീ കത്തിച്ചു. ഉരുളി ചൂടാവുന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരുപാട് എണ്ണ വേണ്ട. ആ കടുക് വറുക്കുന്ന ഭാഗം ആദ്യമേ അങ്ങ് ചെയ്യാനാണ്. എണ്ണ ചൂടാകുമ്പം ഒരു 1.5 സ്പൂൺ കടുകിടാം. കറിവേപ്പില, വറ്റൽമുളക് ഇടാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടാം. ഇഞ്ചി മൂക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ചുമയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിലൊക്കെ ഇട്ട് മൂപ്പിച്ചാൽ മതി. ഒരു 2 മിനിറ്റ് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് ഇടാം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആകണം. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. തന്നെയല്ല, അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന സെലക്ഷൻ ഓപ്റ്റ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. ഇഞ്ചി ഇങ്ങനെ വലുതായിട്ട് അരിഞ്ഞ് അത് എണ്ണയിൽ വറുത്തതിന് ശേഷം പൊടിച്ചെടുക്കും. അങ്ങനെ ചെയ്യാം. പക്ഷെങ്കിൽ അതിനെക്കാട്ടിലും എളുപ്പം ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. വറക്കാനും പൊടിക്കാനും ഒക്കെ എല്ലാം പിന്നെ പണിയല്ലേ. മിക്സി കഴുകാനും ഒക്കെ പോകണ്ടേ. ഇഞ്ചി മൂക്കാൻ തുടങ്ങുമ്പം നമുക്ക് ചുമയും വരും. നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കരിഞ്ഞു പോയിട്ടില്ല. ചെറുതായിട്ടൊരു ബ്രൗൺ കളറി വരുമ്പം വെള്ളമെല്ലാം പറ്റി ഇത് മെല്ലെ പൊട്ടാൻ തുടങ്ങുന്നൊരു ശബ്ദം പോലെ നമുക്ക് ടപ്പ് ടപ്പെന്ന് കേൾക്കാം. കേട്ടോ? എല്ലാം നന്നായിട്ട് ഒന്ന് തടുത്ത് കൂട്ടി ഇതിലേക്ക് നമുക്കിനി പുളി ഒഴിക്കാം. അതിനോടൊപ്പം തന്നെ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരയും ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിന് നമ്മൾ നന്നായിട്ട് പച്ചമുളക് ഇട്ടതാണ്. പിന്നെ ഇനിയും ആവശ്യമെങ്കിൽ മാത്രം മുളക് പൊടി ഇടാവൂ. ഇനി മുളക് പൊടി ഇട്ടില്ലല്ലോ എന്നൊരു വിഷമം വേണ്ട. അതിന് വേണ്ടി മാത്രം. കാര്യം എരിയുണ്ട് അതിന് നന്നായിട്ട്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇട്ടു. ഇത് പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇടുന്നതാണ് കായം. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. ഒരു 1/2 ടീസ്പൂൺ കായം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് അതൊന്ന് ചെറുതായിട്ട് പറ്റി കുറുകി ഇഞ്ചി അതിനകത്ത് മയങ്ങി വരും. വളരെ പോപ്പുലറായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഓണത്തിന് പുളിയിഞ്ചി. ഞാൻ വേറെ കുറച്ച് റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയും കുറേ ഇടുന്നതായിരിക്കും ഓണത്തിന്. നിങ്ങൾ എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പോസ്റ്റ് ചെയ്യുക. ഞാനത് എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. ഒരുവിധം അറിയാവുന്നതാണെങ്കിൽ ഞാൻ പഠിച്ചിട്ട് ചെയ്യാം. ഇതിപ്പം അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് ഇതിന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പൂടെ ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പിടുവാണ്. ആവശ്യമെങ്കിൽ പിന്നെ ഇടാം. എല്ലാം ബാലൻസായിട്ട് വന്നിട്ടുണ്ട്. ഇഞ്ചി അരിയുന്ന പ്രയാസം മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞില്ലേ, ആ എളുപ്പപ്പണിക്ക് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ടുള്ള കഷ്ണങ്ങളാക്കി മിക്സിക്കകത്തിട്ട് ഒന്ന് വിപ്പ് ചെയ്ത് ചതച്ചെടുത്താൽ മതി. അപ്പം ഇത് റെഡിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ കമൻസ് ഇടാൻ മറക്കരുത്. അത് ഭയങ്കര ഒരു ഹെൽപ്പാണ് നമുക്ക്. ഇത് തണുക്കുമ്പോഴത്തേന് ഒന്നുകൂടെ കുറുകും. അപ്പം നല്ല പരുവമാകും. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചെയ്ത് നോക്കിയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് പോസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ കമൻസ് പോസ്റ്റ് ചെയ്യണം. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.